ഇതെന്താണെന്ന് കത്തിച്ച് കളഞ്ഞത് മൂന്ന് മുട്ട മാറ്റി വന്നിരിക്കണം അതൊക്കെ വേണ്ട ഞാൻ തന്നെ മാർക്ക് ലിസ്റ്റ് എന്തിനാണ് ഇത് കുമ്പിള് കുത്തിയിട്ട് കപ്പലണ്ടി കച്ചവടക്കാർ കൊടുത്ത അവന്മാർ പോലും എടുക്കൂലല്ലോ. MA പാസ്സായ ഒരു ചേട്ടനാ ഞങ്ങളുടെ കോളേജിന്റെ മുമ്പിൽ കപ്പലണ്ടി കച്ചവടത്തിന് ഇരിക്കുന്നത്. എടി ആണുങ്ങൾ അങ്ങനെ പലതും ചെയ്യും. നിനക്ക് നാണവും മാനം ഉണ്ടെങ്കിൽ ഈ മാർക്ക് വാങ്ങി വന്ന സ്ഥിതിക്ക് നീ ഇന്നോടെ പഠിത്തം നിർത്തിക്കണം. പിന്നെ മാർക്ക് കുറഞ്ഞ പഠിത്തം നിർത്തണമെന്ന് ഒരു യൂണിവേഴ്സിറ്റിയും പറഞ്ഞിട്ടില്ല. ഞാനാടി നിന്റെ യൂണിവേഴ്സിറ്റി. അന്ന് +2 കഴിഞ്ഞ സമയത്ത് തയ്യലിന് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അന്ന് കേട്ടില്ല. അന്ന് എഞ്ചിനീയറിംഗിന് പോകണമെന്ന് പറഞ്ഞ് മോങ്ങി. എന്നിട്ടാ എഞ്ചിനീയറിംഗിന് കൊണ്ടുപോയി തള്ളിയത്. അന്ന് തയ്യലിന് പോയിരുന്നെങ്കിൽ ഇപ്പൊ വല്ല ട്രൗസർ കയറിയത് തുന്നായിരുന്നു, അല്ലെങ്കിൽ തലയുടെ കവർ തുന്നായിരുന്നു ഇല്ലേ? എന്റെ അച്ഛാ തയ്ക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് പാസ്സായാലും ചെയ്യാം. എഞ്ചിനീയറിംഗ് പാസ്സായ എത്രയോ പേര് ഇപ്പൊ തയ്യൽ ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ഞാൻ ചെയ്തോളാം. എനിക്കൊരു മെഷീൻ മേടിച്ചാ. ട്രൗസർ തുന്ന എന്താണ് എഞ്ചിനീയറിംഗിന് പോണത്? ആ മാനേജറുടെ കാലം നക്കി തുടച്ച് 1.5 ലക്ഷം രൂപ ഉണ്ടാക്കിയിട്ട് അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് നീങ്ങോട്ട് ഒരു അവസാനം 100-ൽ 3 മാർക്കും വാങ്ങി വന്നിരിക്കണവള്. എന്റെ അച്ഛ എന്റെ കൂടെ പഠിച്ചവർക്ക് 1-1.5 മാർക്ക്, എനിക്ക് 3 മാർക്കില്ലേ? അപ്പൊ ഞാനല്ലേ ഫസ്റ്റ്. എനിക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. അച്ഛൻ ചൊറിഞ്ഞു വരുമൊന്നും വേണ്ട. റീവാലുവേഷന് കൊടുത്താലേ ചിലപ്പോ എനിക്ക് ഫസ്റ്റ് ക്ലാസ് എങ്കിലും കിട്ടും. റീവാലുവേഷൻ അതായത് എന്റെ മാർക്ക് പുനഃപരിശോധനയ്ക്ക് കൊടുത്താൽ മതി. 400 രൂപ ഫീസ് അടിച്ചാൽ മതി അച്ഛാ, നമുക്ക് കൊടുക്കാം. നീ ഇനി ആ പണിക്ക് പോകണ്ട. എടി 3 മാസം ഗർഭിണിയാണെന്ന് ഒരു ഡോക്ടർ പറഞ്ഞിട്ട് വേറൊരു ഡോക്ടർക്ക് പൈസ കൊടുത്താൽ 9 മാസം എന്ന് പറഞ്ഞാൽ എഴുതി തരുമോ? എന്റെ അച്ഛ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എവിടെ? നിന്റെ കോളേജിലോ? എന്റെ സീനിയേഴ്സ് ഒക്കെ ഇല്ലേ, അവര് ഈ റീവാലുവേഷന് 400 രൂപ അടച്ചിട്ട് അവർക്കൊക്കെ മാർക്ക് കൂട്ടി കിട്ടിയിട്ടുണ്ട്. എടി കഴുതേ, നിന്നെ കോളേജിൽ പഠിപ്പിക്കുന്ന ആ വാദ്യായന ഉണ്ടല്ലോ, അതിന് 2000 രൂപ എണ്ണി കൊടുത്തിട്ടല്ലേ നിന്നെ ട്യൂഷൻ കൊണ്ടുപോയി ചേർത്തത് അല്ലേ? നോക്കുപോലെ നീ അവിടെ പോയി ചോദിക്കും. ആഹാ, അച്ഛൻ എത്രയോ രൂപ കൊണ്ടുപോയി ആ ബീവറേജ് കൊടുക്കുന്നുണ്ട്. അതിലൊരു 400 രൂപ എന്റെ യൂണിവേഴ്സിറ്റിയിൽ അടച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാം ഒരേ സർക്കാരിന്റെ ഖജനാവിലേക്കല്ലേ പോകുന്നത്. വരുന്നല്ലോ. നമസ്കാരം. മോളുടെ കാര്യമൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? ഓ അറിഞ്ഞു. അനുശോചനം അറിയിക്കാൻ വേണ്ടി വന്നതാവും. അങ്ങ് അറിയിച്ചാട്ടെ. ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ ഇതൊക്കെ മാറ്റാൻ വേണ്ടി വന്നതല്ലേ? ഇനി എന്തോന്ന് മാറ്റാൻ? 3 ചിലപ്പോ 2 ആവും, ചിലപ്പോ 1 ആവും, ചിലപ്പോ ഒന്നും കിട്ടിയെന്നും വരും. സ്വർണം മാറ്റിയാൽ പോലും കുറയുള്ളൂ. പിന്നെയാണ് മാർക്ക്. ചേട്ടനൊരു 400 അടയ്ക്കാൻ പറ്റുമോ? 400 രൂപ അടയ്ക്കാൻ പറ്റില്ല ചേട്ടാ. മാർക്കൊക്കെ നമുക്ക് മാക്സിമം ഒപ്പിക്കാം. ഇവളെ ജയിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ടീച്ചർ ഇവിടെ ട്യൂഷന് പറഞ്ഞു വെച്ച സമയത്ത് എന്താ ടീച്ചർ പറഞ്ഞത്? ഇവിടെ ജയിപ്പിക്കുമെന്ന്. ഇത് ജയിപ്പിച്ചോ? ഇവിടെ ജയിച്ചോ? ജയിക്കണ്ടേ? ഇതന്നെ ഞാനും പറയുന്നത്. ഇവിടെ ജയിക്കില്ല. ചേട്ടൻ ഒരു 400 രൂപ അടയ്ക്ക്. ശരി, 400 രൂപ തന്നേക്കാം. പക്ഷെ 400 രൂപ മാത്രം പോരാ, പിന്നെ ഒരു 10,000 രൂപ കൂടി വേണം. ഇനി 10,000 രൂപയോ? അതെന്തിന്? അതെന്താന്നറിയട്ടെ, നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ വന്ന മറ്റുള്ള കുട്ടികളുടെ സ്ഥിതി ഇതൊക്കെ തന്നെയാ. അപ്പൊ അവരെല്ലാരും കൂടി റിവാലുവേഷന് കൊടുക്കുന്നുണ്ട്. അന്നേരം ഇവരുടെ പേപ്പർ നോക്കണം ഞാനാ. മാർക്കിന്റെ കാര്യം ഉറപ്പാണേ. അപ്പൊ എന്നാ പിന്നെ നിങ്ങൾക്ക് ഇത് ആദ്യം അങ്ങ് നോക്കായിരുന്നില്ലേ ടീച്ചറെ? ഇവൾക്ക് 2000 കൊടുത്ത സമയത്ത് കിട്ടിയ 3 മാർക്ക് അല്ലേ? ഇനി 10,000 കൊടുത്തവർക്ക് എന്ത് കിട്ടും? വേറെ വന്നാൽ 10 കിട്ടും, ഇല്ലെങ്കിൽ 11 കിട്ടും, ഇല്ലെങ്കിൽ 12 കിട്ടും. അതിൽ കൂടുതലൊന്നും കിട്ടാൻ പോകില്ലല്ലോ. എന്റെ കയ്യിൽ അതിന് ചെലവാക്കാൻ പൈസ ഇല്ല, ഞാൻ തരൂല്ല. ചേട്ടൻ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കല്ലേ. ചേട്ടൻ ഈ പറഞ്ഞതൊന്നും അല്ല കണക്ക്. ഇനി യൂണിവേഴ്സിറ്റി ചെന്ന് ഈ പിള്ളേരുടെ പേപ്പർ തപ്പിയെടുത്ത് എന്റെ പേരിൽ അയപ്പിക്കണം. അത് ഇച്ചിരി ചെലവുള്ള പണിയാ. അതിനാണ് ഈ 10,000 രൂപ. സിൻഡിക്കേറ്റ് മെമ്പർ തൊട്ട് എല്ലാവരെയും പിടിക്കണം. അതെ, ഇവളുമാരെ പേപ്പർ ഒന്നും നിങ്ങൾ യൂണിവേഴ്സിറ്റി പോയി തെരഞ്ഞാൽ കിട്ടില്ല. അതൊക്കെ വല്ല ആക്രിക്കടയിലും പോയി തരേണ്ടി വരും, ഇല്ലെങ്കിൽ വല്ല മീൻ കടയിലും പോയി നോക്കേണ്ടി വരും. അത് ഉണക്കമേ പോയി കൊടുക്കാൻ അതിന് കൊണ്ടുപോയി കാണും. ടീച്ചർക്ക് യൂണിവേഴ്സിറ്റിയിലൊക്കെ നല്ല പിടിയാ. എടി എവിടെ പിടിച്ചാലും വലിച്ചാലും മോർച്ചറി കിടക്കണ ശവം എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത ജീവനോടെ എഴുന്നേറ്റ് വരുമോ? ഇതൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടെ കൊച്ചു ജയിച്ചാ പോരെ. ഒരു ടീച്ചർ അല്ലേ, വീട്ടിൽ വന്ന് ഇറക്കുമ്പോ എന്തെങ്കിലും തരാതിരിക്കാൻ പറ്റുമോ? അന്നേക്കാ ഞാൻ പണം. എനിക്ക് വേണ്ടി തരണ്ട, മോക്ക് വേണ്ടി തരാൻ പറ്റുമെങ്കിൽ തന്നാ മതി. അച്ഛാ കൊടുക്കച്ചാ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആവുമല്ലേ? അപ്പൊ അച്ഛൻ ഈ അച്ഛനല്ല, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ അച്ഛനാ അല്ലേ ടീച്ചറെ? പിന്നല്ലാതെ. കൊടുക്കച്ചോ. അച്ഛനല്ലെങ്കിൽ സ്നേഹമുള്ളതാന്നേ.